എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കണം. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴിയായി കബഡി വെച്ച് പ്രശ്നങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. 2026 രോഹിണി നക്ഷത്രക്കാരുടെ ഫലവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി രോഹിണി നക്ഷത്രക്കാർ ദുരിതങ്ങൾ അനുഭവിക്കുന്നു, ദുരിതങ്ങൾ മാറിയും തിരിഞ്ഞൊക്കെ വരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അധികം വലിച്ചു നീട്ടാതെ 2026 നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് കൃത്യമായിട്ട് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 120 വർഷമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ പേടിയാണ്. അപ്പോൾ ഈ 120 വർഷം എന്ന് പറയുന്നത് നവഗ്രഹങ്ങളെ ആസ്പദമാക്കിയാണ് അല്ലേ. അപ്പം നമ്മുടെ ജാതകത്തിൽ നവഗ്രഹങ്ങൾക്ക് വിലക്കുറവാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളും താമസം ഉണ്ടാകും. അതായത് ചില ആൾക്കാർ പറയുന്നുണ്ട്, രോഹിണി നക്ഷത്രക്കാർ ഞാൻ ഭയങ്കരമായ ജാതകത്തിൽ ഭാഗ്യങ്ങളാണ്, പക്ഷെ അതൊന്നും എനിക്ക് എന്താ പറയുക അനുഭവത്തിലേക്ക് വരുന്നില്ലെന്ന്. അപ്പം നവഗ്രഹങ്ങളുടെ പ്രശ്നം കൊണ്ട് നമുക്ക് അങ്ങനെ സംഭവിക്കാം. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുക. 2026 രോഹിണി നക്ഷത്രക്കാർ ജനുവരി തൊട്ട് ഏകദേശം അവർ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കുന്ന ഒരു വർഷം കൂടെയാണ് രോഹിണി നക്ഷത്രക്കാർ. അതിപ്പോൾ ബിസിനസ് ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന തൊഴിലായിക്കോട്ടെ, അതായത് അവർ ഏത് മേഖലയിലേക്ക് ഇറങ്ങിയാലും തടസ്സങ്ങൾ കൂടാതെ കാര്യങ്ങൾ നല്ല ഭംഗിയായി നടക്കും. ഈ കാര്യങ്ങൾ നടക്കുന്ന കൂടെ തന്നെ ഒപ്പം തന്നെ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് 2026 ഉണ്ടാകത്തില്ല. അതായത് ഇവർ ഏത് ബിസിനസ്സിന് പോയാലും നഷ്ടങ്ങൾ വരാതെ സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഒരു ഉദാഹരണത്തിന് ഹോട്ടൽ നടത്തുന്ന, ഇല്ലെങ്കിൽ എന്താ പറയുക കട നടത്തുന്ന, വണ്ടി കച്ചവടം, റിയൽ എസ്റ്റേറ്റിംഗ്, ഇല്ലെങ്കിൽ പല മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ സാമ്പത്തിക ലാഭങ്ങളും, അതായത് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ, അതായത് സാമ്പത്തികപരമായി ബന്ധങ്ങളുള്ള ആൾക്കാരെ കണ്ടുമുട്ടാനും, ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ തൊഴിലിന് ഉയർന്ന സാലറിയോട് കൂടിയുള്ള ജോലി, സർക്കാർ തലത്തിൽ ജോലിയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് പ്രമോഷൻ, ഉദ്ദേശിക്കുന്ന ഇടത്തോട്ടൊക്കെ സ്ഥലമാറ്റങ്ങൾ, അങ്ങനെ എല്ലാ കാര്യവിജയങ്ങളും 2026 തൊട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ഏകദേശം ജനുവരി മാസത്തോടു കൂടി സംഭവിക്കും. അതേപോലെ തന്നെ സാമ്പത്തിക നഷ്ടം ഈ വർഷം രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകത്തില്ല. അതായത് ഏകദേശം 2026 4 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് സാമ്പത്തിക ലാഭം, അതായത് മുമ്പുണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ, അതായത് ഈ വർഷം 2025 കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ 2026 2-3 മാസത്തിനുള്ളിൽ തന്നെ കടബാധ്യതകളൊക്കെ വീട്ടാനുള്ള സാമ്പത്തികം ഇവരെ വന്നു ചേരും. ഇവർ ചോദിക്കുന്ന ആൾക്കാരൊക്കെ പൈസകൾ തരും, പിണങ്ങി നിന്നവരൊക്കെ ഇണങ്ങി വരും. അതായത് എല്ലാ തരത്തിലും എല്ലാ ഭാഗ്യങ്ങളും 2026 രോഹിണി നക്ഷത്രക്കാരെ കാത്തിരിപ്പുണ്ട്. പിന്നെ ഇടയ്ക്കുള്ള ഒരു പ്രശ്നങ്ങൾ, ഈ രോഹിണി നക്ഷത്രക്കാർക്ക് സഹോദരൻ സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ദോഷം കൊണ്ട് അവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അതേപോലെ തന്നെ വീട് പണി നടക്കാത്ത രോഹിണി നക്ഷത്രക്കാർ, വാടകയ്ക്ക് താമസിക്കുന്ന രോഹിണി നക്ഷത്രക്കാർ, ഇല്ലെങ്കിൽ ഭൂമിയില്ല, ഈ 2026 തീർച്ചയായിട്ടും അവർക്ക് വീട് മേടിക്കാൻ പറ്റും. വീട് പണി കാര്യങ്ങളെല്ലാം നടക്കും. അവർ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും സമ്പത്പരമായിട്ട് നടക്കും. രോഹിണി നക്ഷത്രക്കാരുടെ മക്കൾ നല്ല നിലയിലാകും. അതായത് സ്കൂളിൽ പഠിക്കുന്ന മക്കളിൽ നിന്ന് നമുക്ക് അഭിമാനിക്കാം. അവർക്ക് വിദ്യാ തടസ്സങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എല്ലാ വിധത്തിലുള്ള മക്കളെ കൊണ്ട് സന്തോഷിക്കാനുള്ള ഗുണങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് 2025 അതേപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ 2026 ഈ സാമ്പത്തിക നഷ്ടങ്ങളും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക്. 2026 തൊട്ട് അങ്ങോട്ട് 2027 വരെ ശത്രുതാ ദോഷങ്ങളുടെ കാലമാണ്. അതായത് അവർ ആർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പാര വെക്കാൻ ആൾക്കാരുണ്ടാകും. ഒരു ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ നടത്തുന്നത് നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ അവിടെ ഓരോരോ പ്രശ്നങ്ങൾ, ശത്രുദോഷങ്ങൾ കൊണ്ട് ഓരോരോ ബുദ്ധിമുട്ടുകൾ ശരീരത്തുണ്ടായിരുന്നു. അത് ഈ ശത്രുദോഷം കൂടുന്നതനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ കാലുകൾ തട്ടുന്നു, കൈ മുറിയുന്നു, അങ്ങനെ ചെറിയ മാനസികപരമായ ബുദ്ധിമുട്ടുകൾ ഈ ശത്രുദോഷം കൊണ്ട് ഈ രോഹിണി നക്ഷത്രത്തിന് 2026 ഇടയാകാൻ വളരെയധികം ഉണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ 2026 പണസംബന്ധമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, കടം കൊടുക്കുകയോ ജാമ്യം നീക്കുകയോ പ്രത്യേകം ശ്രദ്ധിക്കണം. പണസംബന്ധമായ കാര്യങ്ങൾ കൂട്ടുകാരായിട്ടോ ബന്ധുക്കാരായിട്ടോ നാട്ടുകാരായിട്ടോ ആരുമായിട്ടും ചെയ്യരുത്. വളരെ ശ്രദ്ധയോടുകൂടി വേണം രോഹിണി നക്ഷത്രക്കാർ 2026 ആൾക്കാരായിട്ടൊന്ന് ഇടപെടാൻ. കാരണം മിണ്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ വരെ ശത്രുത ഉണ്ടാകും. കാരണം രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കടങ്ങളും ബാധ്യതകളും ഒക്കെ മാറി വെച്ചടി കയറ്റം വരുമ്പോഴത്തേക്ക് കൂടെയുള്ള കൂട്ടുകാർക്ക് ഇല്ലെങ്കിൽ ബന്ധുക്കാർക്ക് പരിസരവാദികളൊക്കെ ഒരു ഇതുണ്ടാകും. അവന് ഒരു കുഴപ്പമില്ല, നേരത്തെ എങ്ങനെ നടന്നവനെ 2 കാറായി,
ഇപ്പോൾ 2 ഹോട്ടലായി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രാക്കുകൾ അത് നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ശത്രുദോഷം ഉണ്ടാകാൻ ഇടയുണ്ട്. ശത്രുദോഷം 2026 ഒരു വേണ്ട പോലെ പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഞാനത് പറഞ്ഞു തരാം. അതേപോലെ തന്നെ ഇവരുടെ ദാമ്പത്തിക ജീവിതം നല്ല നിലയിലായിരിക്കും. അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാരാണെങ്കിൽ അത് ആ പിണക്കമെല്ലാം മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ 2027 കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതം നല്ല സന്തുഷ്ടമായിരിക്കും. ഭാര്യയ്ക്കും ഭർത്താവിനും വിദേശത്ത് പോകാനുള്ള സാധ്യതകൾ, പുണ്യക്ഷേത്രങ്ങൾ, നല്ല ഒരു കുടുംബപരമായ ഒരു ജീവിതം 2027 രോഹിണി നക്ഷത്രക്കാരെ കാത്തിരിപ്പുണ്ട്. അതേപോലെ തന്നെ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് സ്കിന്ന് സംബന്ധമായ രോഗങ്ങൾ 2026 വരാനിടയുണ്ട്. അതായത് ഉദാഹരണത്തിന് പുഴുക്കടി പോലുള്ള രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ഉറക്കക്കുറവുകൾ, അങ്ങനെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രോഹിണി നക്ഷത്രത്തിൽ ഉടൻ തന്നെ മെഡിസിൻ കഴിക്കുക, ഡോക്ടറെ പോയി കാണുക. അതേപോലെ തന്നെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് അൾസർ ഇല്ലെങ്കിൽ പൈൽസ് സംബന്ധമായ രോഗങ്ങൾ, വയറിന് ഗ്യാസ് ഇല്ലെങ്കിൽ ശരീരത്തിനൊക്കെ ബലക്കുറവ്, അങ്ങനെ വരാനുള്ള പ്രശ്നങ്ങളുണ്ട് 2026 രോഹിണി നക്ഷത്രം. എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കുക. ഒപ്പം തന്നെ ദൈവാനുഗ്രഹം ഇടയ്ക്ക് കൂടിയും കുറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഈശ്വരാനുഗ്രഹമുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബദേവതയെ പോയി പ്രീതിപ്പെടുത്തുക, വീടിൻ്റെ അടുത്തുള്ള ദേശദേവതയെ പ്രീതിപ്പെടുത്തുക, സർപ്പങ്ങളുണ്ടെങ്കിൽ വീടിൻ്റെ അടുത്ത് എണ്ണ മേടിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഇവരുടെ 2026 പിണങ്ങിപ്പോയ കൂട്ടുകാരൊക്കെ അവർ കർമ്മത്തിൽ ഒരിക്കലും രോഹിണി നക്ഷത്രക്കാർക്ക് 2026 തടസ്സം ഉണ്ടാകത്തില്ല. അവർ ഉദ്ദേശിക്കുന്ന എല്ലാവിധ നല്ല കാര്യങ്ങൾ 2026 രോഹിണി നക്ഷത്രക്കാർക്ക് നല്ലപോലെ നടക്കാനും പറ്റും. അതായത് കർമ്മത്തിൽ ഒരിക്കലും തടസ്സങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകില്ല. 2026 പൊതുവെ എല്ലാവിധ മംഗളങ്ങളും കാര്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസവും കൂടെയാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക്. ഞാൻ കൂടുതലായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്താ പറയുക, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പം ഈശ്വരാനുഗ്രഹമുള്ള രോഹിണി നക്ഷത്രക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആരെന്ത് പറയണമെങ്കിലും പറയട്ടെ, എനിക്കെൻ്റെ ഈശ്വരൻ 2025 നല്ല കാര്യങ്ങൾ പറയും. പിന്നെ എനിക്ക് ഭക്തജനങ്ങളോട് പങ്കുവെക്കാനുള്ളത്, പല ചാനലിലും പല രീതിയിലാണ് ആൾക്കാർ ഓരോ ഫലങ്ങൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആരാണ്, എത്രത്തോളമാണ് ഇവർ പറയുന്നത് സത്യമുണ്ടെന്ന് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം. ആര് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ചീത്ത കാര്യങ്ങൾ പറഞ്ഞാലും നമ്മുടെ കർമ്മഫലം പോലെ ഇരിക്കും ഓരോരോ കാര്യങ്ങൾ, അല്ലേ? 2026 നമ്മൾ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്ത അതിൻ്റെ 10 നന്മകൾ നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ ജോലിക്ക് പോകാതെ എന്തായാലും പൈസകൾ വരത്തില്ല. നമ്മൾ ചുമ്മാതെ ഈ ജോലിക്ക് പോകാതെ പൂജകളും വഴിപാടുകളൊക്കെ ഇട്ടിരുന്ന പൈസ വരത്തില്ല. അസുഖം വന്നാൽ ആശുപത്രി പോകണം, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് 2026 രോഹിണി നക്ഷത്രക്കാരുടെ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ മാറാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുന്നത്. അന്ധപരമായ കൂടുതൽ വിശ്വാസത്തിലേക്ക് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഉള്ള വിശ്വാസം നല്ല രീതിയിൽ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി എന്താ പറയുക, നമുക്ക് യഥാശക്തികൾ വഴിപാടുകളൊക്കെ ചെയ്ത് ദോഷങ്ങൾ മാറ്റിയെടുക്കുക. അപ്പോൾ ശത്രുദോഷത്തിന് രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാരക്രിയ എന്താണെന്ന് വെച്ചാൽ, രോഹിണി പക്കപ്പിറന്നാൾ തോറും ഒരു വർഷക്കാലം ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ സുദർശന മന്ത്ര അർച്ചന നടത്തുക. അതായത് സുദർശന മന്ത്ര അർച്ചന മാസം ഒരു വർഷക്കാലം രോഹിണി നക്ഷത്രക്കാർ കൃഷ്ണക്ഷേത്രത്തിൽ പോയി സുദർശന മന്ത്ര അർച്ചന നടത്തുക. അതായത് അരയാലിന് 7 പ്രദക്ഷിണം കൂടെ വെക്കുക. വ്യാഴാഴ്ച ദിവസം ഭഗവാന് പാൽപ്പായസം കൊടുക്കുക. പിന്നെ ജീവിതത്തിലും കർമ്മത്തിലും തടസ്സങ്ങൾ മാറാൻ വേണ്ടി നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി 9 ഗ്രഹങ്ങൾക്ക് നവഗ്രഹ അർച്ചന നടത്തുക. വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക. അതായത് വ്യാഴ ഭഗവാന് കരിക്ക് കൊണ്ട് അഭിഷേകം നടത്തുക. ഒപ്പം തന്നെ അച്ഛൻ വഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി യഥാശക്തിയുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അഹോര മന്ത്രം ജപിച്ച കറുത്ത ചരട് വലത് കൈ കിട്ടുക. മഹാദേവ ക്ഷേത്രത്തിൽ പോയി ചരടിൻ്റെ ഫലം 21 ദിവസമുള്ളൂ. പിന്നെ വേണമെങ്കിൽ രോഹിണി നക്ഷത്രക്കാർക്ക് യന്ത്രം ധരിക്കാന്ന് വെച്ചാൽ ശത്രുതാദോഷത്തിന് ശരഭയന്ത്രം, ശരഭയന്ത്രം, അതേപോലെ തന്നെ ശൂലിനി, മഹിഷമർദിനി, ബഹളാമുഹി യന്ത്രം, ഇതൊക്കെ ശത്രുദോഷത്തിൻ്റെ അവരുടെ സമയങ്ങളും ദൈവാനുഗ്രഹങ്ങളും നോക്കി നമുക്ക് യന്ത്രങ്ങൾ ധരിക്കാം. പിന്നെ അതേപോലെ തന്നെ രോഹിണി നക്ഷത്രം ഒരു വർഷത്തിനുള്ളിൽ സുദർശന ഹോമം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും കടലാടി കൊണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ശത്രുക്കളൊക്കെ മാറി, കർമ്മത്തിൽ തടസ്സങ്ങളെ മാറി 2026 ഭാഗ്യം വരാൻ വേണ്ടിയാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന വഴിപാടുകളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ആര് എന്ത് പറഞ്ഞാലും നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. എല്ലാം എൻ്റെ ഈശ്വരൻ നോക്കി, ഇല്ലെങ്കിൽ ഞാനൊരു ഉപാസകനാണ്, എൻ്റെ ഈശ്വരൻ എന്നെ രക്ഷിക്കുന്നുള്ള ഒരു വിശ്വാസത്തിന് വേണം 2026 തൊട്ട് രോഹിണി നക്ഷത്രക്കാർ മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവിധ മംഗളങ്ങളും കാര്യങ്ങളും രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി പറഞ്ഞു തരുന്നതാണ്.